ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്റെ വീട്ടിലെ അച്ചാച്ചെറു എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. അച്ചാച്ചെറു അഥവാ ബൊളീവിയൻ മാംഗോസ്റ്റീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പേരുകളിലാണ് ഈ ഫ്രൂട്ട് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതലായിട്ട് ഇത് കാണുന്നത് ഓസ്ട്രേലിയയിലാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. നമുക്ക് കാണുമ്പോൾ ബറാബ പോലെ തോന്നുന്നുണ്ടെങ്കിലും ബറാബ അല്ല ഇത്. ബറാബേനെക്കാട്ടും നല്ല വലിപ്പമുള്ള ഫ്രൂട്ടാണ്. ബറാബ എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ ഫ്രൂട്ടാണ്. എലിയും അതുപോലെ തന്നെ ഈ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബറാബയാണെന്നേ തോന്നുള്ളൂ. നമുക്ക് ഇതിന്റെ പ്ലാന്റ് നട്ടിട്ട് ഒരു 4 വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഇതില് ഫ്രൂട്ട് ഉണ്ടായി കിട്ടിയായിരുന്നു. കഴിഞ്ഞ വർഷം ആകെ 2 ഫ്രൂട്ട് നമുക്ക് ഇതിൽ ഉണ്ടായി കിട്ടിയുള്ളൂ. അത് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു. ഈ വർഷം ഈ മരത്തിൽ നിറയെ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. അത് കാരണം എന്താ തോന്നുന്നു കുറച്ചും കൂടി വലിപ്പം കുറവുണ്ട്. ഇത് ഏകദേശം ഈ ഒരു ഓറഞ്ച് കളറിലേക്ക് ആകുന്ന സമയത്താണ് നമ്മൾ പറിച്ചെടുക്കേണ്ടത്. അതിനു മുമ്പ് പറിച്ചു കഴിഞ്ഞാൽ നല്ല പുളിയായിരിക്കും. പക്ഷെ ഈ ഓറഞ്ച് കളറിലേക്ക് ആകുന്ന സമയത്ത് പറിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു 60% മധുരവും അതുപോലെ തന്നെ ഒരു 40% പുളിയൊക്കെ ഫീൽ ചെയ്യുന്നുള്ളൂ. ഇതിന് പ്രത്യേകിച്ച് മണമോ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് പേഴ്സണൽ ആയിട്ട് ഈ ഫ്രൂട്ട് കഴിക്കാനായിട്ട് വളരെ ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉള്ള ഫ്രൂട്ടാണ്. ചെറിയൊരു പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ള ഫ്രൂട്ടാണിത്. കൂടുതലായിട്ട് നമുക്ക് ഈ ഫ്രൂട്ടില് സിംഗിൾ സീഡാണ് കാണാറുള്ളത്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞില്ലേ അതിന് വലിപ്പം കൂടുതൽ ഉണ്ടായിരുന്നു എന്ന്. ആ സമയത്തൊക്കെ നമുക്ക് ഇതില് ഡബിൾ സീഡ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഫ്രൂട്ടിന്റെ ഉള്ളില്. ഇതാണ് ഇതിന്റെ സീഡ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നമ്മൾ ഇതിന്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് ബെഡും ഗ്രാഫ്റ്റും ഒന്നും വഴിയല്ല. നേരിട്ട് ഈ സീഡ് നട്ട് കഴിഞ്ഞാലും